ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം അമിനാശൻ. പന്തല്ലൂക്കാരൻ അഭിരാം എന്ന 21 വയസ്സുകാരനായ ചെറുപ്പക്കാരൻ്റെ മരണത്തിന് ഉത്തരവാദികൾ ആരാണ്? ആ അമ്മയുടെ ചോദ്യങ്ങൾക്ക് ആരാണ് ഉത്തരം കൊടുക്കുക? നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. എന്തുകൊണ്ടാണ് മറ്റേ കൂട്ടുകാരനോട് ഇത്ര ശത്രുത അവർക്ക്? എന്തുകൊണ്ടാണ്? അവരൊരാളെ തല്ലി, ഒരാളെ കൂട്ടത്തിൽ തല്ലുകയും ചെയ്ത് കണ്ണട നശിപ്പിക്കുകയും ചെയ്തു. അതിലാണ് കാരണം ഉണ്ടായത്. അതാണ് വിഷയം, അതാണ് തുടക്കം. എന്നിട്ട് ഈ കൂട്ടുകാരനെ കാണിച്ചു തരാൻ വേണ്ടി അഭിരാമിനോട് പറയായിരുന്നു, കാണിച്ചു കൊടുക്കൂല എന്ന് പറഞ്ഞു. നിങ്ങൾ എൻ്റെ ജീവൻ കളഞ്ഞാലും ഞാൻ അത് കാണിച്ചു തരില്ല. അതിൻ്റെ വൈരാഗ്യമായിരുന്നു. എൻ്റെ മകനെ തല്ലി ഇത് ഇത്ര ഉണ്ടായിരുന്നു എൻ്റെ മകൻ്റെ മുഖം. അങ്ങനെ പോയപ്പോഴത്തേക്ക് ഇവനോട് പറഞ്ഞു, ഇവനെ കണ്ട്. അപ്പം ഇവൻ്റെ കൂടെ ഒരു 3 പിള്ളേർ +2 പഠിച്ചവരുണ്ടായിരുന്നു. അവർ ഒന്നും ഇവനെ ആക്രമിച്ചില്ല. 13 പേരാമറ്റായിരുന്നു ഈ സംഘക്കാരിൽ. ഇതിൽ 3 പേര് അവനോടൊന്നും ചോദിച്ചില്ല. അപ്പം ഇവനോട് പറഞ്ഞ് ആ വീട് വഴി അവനെയും കാണിച്ച്, അവൻ്റെ വീട് കാണിച്ചതാണെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മാമൻ, എനിക്കറിയില്ല, ഞാൻ അവൻ്റെ വീട് കണ്ടിട്ടില്ല, നീ കണ്ടെന്ന് കാണിച്ചു തരുവോളം നിന്നെ ആക്രമിച്ചുകൊണ്ടേയിരിക്കും ഞങ്ങൾ, നിന്നെ ആക്രമിച്ചുകൊണ്ടേയിരിക്കും എന്ന് പറഞ്ഞ് അപ്പം ഇല്ല, അഭിരാമ് കാണിക്കില്ല, അതിനെനിക്ക് സാധിക്കുകയില്ല, സാധിച്ചില്ലെങ്കിൽ നിനക്കിരിക്കട്ടെ, പിന്നെ നീ കാണിച്ചില്ലെങ്കിലും എന്നാൾ കൂടി കിട്ടിയാലും അവൻ്റെ കഴുത്ത് ഞങ്ങൾ എടുത്തിട്ട് പോകും. മനു എന്ന് വെച്ചാൽ സുരേഷിൻ്റെ മകൻ മനു എന്ന് വെച്ചാൽ അവർ കൂട്ടുകാരാണ്. അപ്പം അവൻ പറഞ്ഞെന്തെന്നാണ്, ഞാൻ ചോദിച്ചു, മകൻ എന്തുകൊണ്ട് അവരോട് പ്രതികരിച്ചില്ല? അമ്മ പ്രതികരിക്കാഞ്ഞ കാരണം, നാളെ നമ്മുടെ വീട്ടിൽ ഒരു ചേച്ചിയും ചേട്ടനും കൂടെ എന്നെ പിടിച്ചോണ്ട് പോകുന്നത് ഈ തല്ല് കണ്ട് കത്തി പെടലിക്ക് വെച്ചുകൊണ്ടാണ് എന്നെ ആ വീടിൻ്റെ വാതിക്ക് അവരെയും കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ തല്ലല്ലേ എന്ന് ചേച്ചി മോളമ്മ ചേച്ചി പറഞ്ഞു. അത് പറഞ്ഞാലും ഇവർ തല്ലിക്കൊണ്ടായിരിക്കണം. അപ്പോൾ എൻ്റെ വീടിനകത്ത് കയറിയ തല്ലാൻ പറ്റുമെന്ന് ചേട്ടൻ പറഞ്ഞമ്മേ. എന്നിട്ട് ഇവർ സമ്മതിച്ചില്ല, തല്ല് തന്നെയായിരുന്നു. ഞാൻ തൊഴുത് പിടിച്ചണ്ട് അവരുടെ മുന്നിൽ നിന്ന് നോക്കിയപ്പോൾ ഇവിടെ അവരുടെ അരക്കിട്ടും വാളും വടിവാളും ഒക്കെ ഇട്ടിരിക്കണം. അപ്പം വീശിയാൽ ഈ ചേച്ചിക്കിട്ടും അമ്മയ്ക്കും ഇതൊക്കെ കൊള്ളും. ഞാനത് പ്രതികരിക്കാതിരുന്ന അവരുടെ വീട് പോകൂലല്ലോ അമ്മ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചല്ലടം, ഇവനെ എന്താണ് നീ കാണിച്ചു കൊടുക്കാൻ? അമ്മ ഒരു സ്വപ്നമല്ലേ അമ്മേ, ഒരു വീട് അവിടെ ഉണ്ടാക്കിയിട്ടേക്കണം, അതും തെല്ലുമായിരിക്കും, ഇവനെയും കൊല്ലൂലേ അമ്മ എൻ്റെ കൂട്ടുകാരൻ. അപ്പം ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാൻ മേലാതെ, എവിടെ മകനെ ഒന്ന് കാണട്ടമ്മ എന്ന് ചോദിച്ചു. ഇതമ്മ കാണാനുള്ളതല്ലെന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ ബനിയൊന്നും ഊരാമ്മ ഒന്ന് കാണട്ടെ, ഇത്തിരി ഉപ്പുവെള്ളം ചൂടാക്കി കുളിപ്പിക്കാമെന്ന് പറഞ്ഞു. അത് നടക്കില്ലമ്മയെന്ന് പറഞ്ഞു. എന്നിട്ട് ഈ 4:15 സംഭവം 10 മണി വരെ എൻ്റെ മകൻ പറഞ്ഞു, ആരെങ്കിലും ചോദിക്കാൻ വരികയാണെങ്കിൽ അമ്മ ഞാൻ ഇന്നടത്തുണ്ട്. 10 മണി വരെ എൻ്റെ വീട്ടിൽ ഒരാളും ചോദിക്കാൻ വന്നില്ല. അപ്പം എൻ്റെ മകന് വളരെ പ്രയാസമായി. ഞാൻ എന്നിട്ട് ഇതിനോടൊരു വാക്ക് പറഞ്ഞു, നേരം വിളിക്കട്ടെ മോനെ, ഈ തല്ലിയവൻ്റെ വീട്ടിൽ അമ്മ കൊണ്ടുപോകാം മകനെ, ഞാൻ അമ്മയുടെ അടുക്കയില്ല. ഇല്ലമ്മ, ആ ഒരു സമാധാനം അമ്മയുടെ അഭിരാമിനുണ്ടാകിയല്ല. എനിക്ക് ഒന്നല്ലേ അവനെ തല്ലണേ, അല്ലെങ്കിൽ ചോദിച്ചെന്നാ ഈ അവൻ്റെ മുന്നിൽ എന്നെ എന്തിനു തല്ലിയെന്ന് ഇവർ ജനങ്ങൾ കൊണ്ടുപോയി ചോദിക്കണം. അതാണ് എൻ്റെ ഇത്. അല്ലാതെ എനിക്ക് വേറെ ഒരു വഴക്കവും ഇല്ല. പക്ഷെ എന്നെ കണ്ടവരാരും ഒന്നും പറഞ്ഞില്ല, ഈ ചെയ്ത ഇതിലാരും ഒന്നും പറഞ്ഞില്ല. അപ്പം എനിക്ക് മനസ്സിൽ മാനസികമായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് എനിക്ക് പ്രതികരിച്ചില്ല. ഈ നാട്ടുകാർ പ്രതികരിച്ചില്ല. ഒരു വിഷമം, മാനസികാവസ്ഥ ഉണ്ടായ എൻ്റെ മോന്. എന്നുവെച്ചാൽ 10 മണി വരെയും കാത്ത് ആരെങ്കിലും വരുമെന്നും പറഞ്ഞു വന്നില്ല. എന്തോരം കഷ്ടപ്പെട്ടാണ് ഞാൻ അവനെ വളർത്തിക്കൊണ്ടുവന്ന, ഒരു അച്ഛനില്ലാതെ വളർത്തിക്കൊണ്ടുവന്നൊരു മകനാണ്. അപ്പോൾ എനിക്ക് അതിലൊരുപാട് ഇതുണ്ട്. അപ്പോൾ എനിക്ക് അവനെ എൻ്റെ മുന്നിൽ കൊണ്ടുവരണ 8 പേര് പ്രധാനികൾ പേരെഴുതിയിട്ടുണ്ട്. അവൻ മരിച്ച മരണ കുറിപ്പ് എഴുതിയിട്ടുണ്ട്. അതിൽ 3 പേരുടെ പേരെ കൊച്ചിന് കിട്ടിയിരുന്നു, ബാക്കിയുള്ളവരെ എഴുതിയിട്ടില്ല. ചതച്ചെന്ന് പറഞ്ഞാൽ ചതച്ചവനെ വെച്ചാൽ നമുക്കൊരമ്മയ്ക്ക് കാണപ്പെടുന്ന പാട് കാണിച്ചില്ല. മറ്റെന്തെങ്കിലും പോയാൽ ഞാൻ ചെയ്യാൻ പറഞ്ഞ് ചെയ്യും. അതുപോലെ ഞാനൊന്ന് കരഞ്ഞ സങ്കടമാണ്, എൻ്റെ അമ്മ കരഞ്ഞ എനിക്കിതായി പോകുന്നു. അങ്ങനെ വളർത്തിയതാണ്. ഒരു മക്കൾക്കും ഒരു അമ്മയ്ക്കും ഇനി ഒരു കാലത്തും എന്നെപ്പോലൊരു സങ്കടക്കടലാകരുത്. ഒരു മകനെ 22 വയസ്സ് വരെ വളർത്തിക്കൊണ്ടുവന്ന ഒരമ്മയാണ് ഞാൻ. അവൻ്റെ ബർത്ത്ഡേയാണ് 29-ാം തീയതി എന്ന് പറഞ്ഞ നാളെ. അവൻ്റെ ആണ് സഞ്ചാരം. തല്ലിനിരയായവനാണ്.
തല്ലി തല്ലി ചതച്ച് കളഞ്ഞ് ഇത്ര ഉണ്ടായിരുന്നു എൻ്റെ മകൻ്റെ മുഖം. നഗ്നമായ കുറച്ച് സത്യങ്ങളാണ് അവർ പറയുന്നതെന്ന് നമുക്ക് തോന്നിപ്പോകുന്നു അല്ലേ. സ്വന്തം മകൻ്റെ ആത്മഹത്യക്കുണ്ടായ കാരണം പച്ചയായിട്ടാണ് നമ്മളിതിൽ കേൾക്കുന്നത്. നമ്മളൊന്നും സാക്ഷികളല്ല. എന്തുകൊണ്ടോ എവിടെയൊക്കെയോ തറച്ച പോലെ തോന്നി. കാരണം ഈ പ്രായത്തിലുള്ള ആൺകുട്ടികളുള്ള അമ്മമാർക്ക് ഇതൊരു തീരാവേദനയാണ്. കാണാൻ സ്വപ്നങ്ങൾ പോലെയാണ് അല്ലേ. തൻ്റെ മക്കളെക്കുറിച്ച് നമുക്ക് മക്കളെ വളർത്തി വലുതാക്കുമ്പോൾ ഒരുപാട് പ്രതീക്ഷകളോടെയാണ് നമ്മൾ നമ്മുടെ മക്കളെ വളർത്തുന്നതും വലുതാക്കുന്നതും. അവരുടെ കലാലയ ജീവിതങ്ങൾ, അത് കഴിഞ്ഞുള്ള അവരുടെ ഹയർ സ്റ്റഡീസ്, ഇതിനിടയിലേക്ക് സംഭവിക്കുന്ന കൈപ്പിഴകളും അവരുടെ കൂട്ടുകെട്ടുകളിലൂടെ അവർ തെന്നിത്തെറിച്ചു പോകുന്ന ജീവിത യാഥാർത്ഥ്യങ്ങളും വല്ലാതെ കയ്പ് നിറഞ്ഞതാണ് ഈ ലോകത്തെ ഇപ്പോഴുള്ള മുന്നോട്ടുള്ള പോക്കുകൾ. ഇന്ന് ഇതിനൊക്കെ എന്താണ് ഒരു പ്രതിവിധി? നമുക്കൊരു പ്രതിവിധി കണ്ടെത്താൻ പറ്റാത്ത തരത്തിലായിരിക്കുന്നു. തീരും നാളെ തീരും എന്ന് പറയാനൊന്നുമില്ല. ഇത് കുറച്ച് കാലങ്ങളായി നമ്മൾ കേൾക്കുന്നതാണ്. രാഷ്ട്രീയക്കാരുടെയോ അതല്ലെങ്കിൽ മറ്റ് ലോബികളുടെയോ ചട്ടുകമായി മാറുന്ന ചെറുപ്പക്കാർ വിരളമൊന്നുമല്ല, കുറച്ചൊന്നുമല്ല. നമ്മുടെ വളർന്നു വരുന്ന ചെറുപ്പക്കാരുടെ ഇടയിൽ കാണുന്ന ഒരു സ്വഭാവ മഹിമയെന്നോ സ്വഭാവ ദോഷമെന്നോ പറയാം അല്ലേ. സ്വന്തം വീട്ടുകാരേക്കാൾ അധികമായി അവരവരുടെ ഫ്രണ്ട്ഷിപ്പ് ലെവൽ കീപ്പ് ചെയ്യാനാണ് ഇഷ്ടപ്പെടുന്നത്. ഫ്രണ്ട്ഷിപ്പ് ലെവൽ എന്തുമാകട്ടെ, അതിനെയൊന്നും കുറ്റപ്പെടുത്തുന്നില്ല. ഫ്രണ്ട്സ് വേണം, കൂടിയേ തീരൂ. കാരണം നമ്മുടെ മനസ്സ് തുറക്കാനോ നമുക്ക് അവരോട് കൂടിയുള്ള ആ ചങ്ങാത്തം അതൊരു നല്ലത് തന്നെയാണ്. പക്ഷേ ആ ചങ്ങാത്തം മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് അതവരെ മരണത്തിലേക്ക് വരെ കൊണ്ടെത്തിക്കുന്നു. ഇത് എവിടെയാണ് അവസാനിക്കുക? ആ അമ്മയുടെ വാക്കുകൾ കേട്ട് കഴിഞ്ഞപ്പോൾ വല്ലാത്ത വിഷമം തോന്നി. 22 വയസ്സ് വരെ വളർത്തി വലുതാക്കി ഉണ്ടാക്കിയിട്ട് തൻ്റെ മകൻ്റെ ബർത്ത്ഡേയുടെ അന്ന് അല്ലെങ്കിൽ ജന്മനാളിൻ്റെ അന്ന് ആ മകൻ്റെ സഞ്ചയനം നടത്തേണ്ടി വരുന്ന ആ അമ്മയുടെ ഒരു വേദന അല്ലേ. ഇതുപോലെ ദുഃഖിക്കുന്ന ഒരുപാട് അമ്മമാർ നമ്മുടെ ഇടയിലൊക്കെ ഉണ്ട്. ഇനി വരുന്ന നാളുകളിൽ ഒരിക്കലും ഒരു അമ്മമാരുടെയും കണ്ണ് നിറയാതിരിക്കാൻ വേണ്ടിയെങ്കിലും എല്ലാവർക്കും നീതിപീഠങ്ങളിലിരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ വ്യവസ്ഥിതികളിലിരിക്കുന്ന എല്ലാവരും ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. നമുക്കുമുണ്ട് അച്ഛനമ്മമാരും കൂടപ്പിറപ്പുകളും മറ്റു ബന്ധങ്ങളും. ആ ബന്ധങ്ങൾക്ക് നിങ്ങൾ വില കൽപ്പിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഇത്തരം അപകടങ്ങൾക്കും ഇത്തരം അനാശാസ്യ പ്രവർത്തനങ്ങൾക്കുമിടയിൽ പ്രവർത്തിക്കുന്നവരെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഇത് എത്ര വലിയ തെറ്റുകൾ ചെയ്ത ആളുകൾക്കും സ്വൈര്യവിഹാരം നടത്താവുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ അധപ്പതിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല വേദനാജനകമാണ്. എന്നല്ലാതെ ഇതിനെക്കുറിച്ച് മറ്റൊരു വാക്ക് പറയാനുണ്ടോ എന്ന് എനിക്കറിയില്ല. നല്ലപോലെ പ്രഹരമേറ്റു, കുറേ ആളുകളുടെ 5-8 പേര് ചേർന്ന് ആക്രമിച്ചു, അടിച്ച് അവശനാക്കി. അപ്പോഴും ഒരു പ്രതീക്ഷയുടെ നാമ്പുണ്ട് അല്ലേ. തനിക്ക് വേണ്ടി സംസാരിക്കാൻ, തന്നെ ഉപദ്രവിച്ചവരോട് അതിനെക്കുറിച്ച് ചോദ്യം ചെയ്യാൻ, അതെന്തിനു ചെയ്തു എന്ന് ചോദിക്കാൻ, അല്ലെങ്കിൽ എന്നെ ഒന്ന് സമാധാനിപ്പിക്കാൻ എനിക്ക് ആരെങ്കിലും ഉണ്ടാകും എന്നൊരു പ്രതീക്ഷ അഭിരാം എന്ന പയ്യൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ ആ പ്രതീക്ഷയെല്ലാം അസ്തമിച്ചപ്പോഴാണ് അവന് തോന്നിയത് താൻ ആർക്കു വേണ്ടി എന്തൊക്കെയോ ചെയ്തു അല്ലേ. ആർക്കു വേണ്ടിയോ താൻ ജീവിച്ചു. ഇനി ഞാൻ ആർക്കു വേണ്ടി ജീവിക്കണം? എനിക്ക് പണിയെടുത്തതിനാലുള്ള ആരോഗ്യം പോലും എൻ്റെ ശരീരത്തിനില്ല എന്ന ഒരു തോന്നിയ നിമിഷമായിരിക്കാം ഒരുപക്ഷെ ആ പയ്യൻ ഇങ്ങനെ ചെയ്തത്. ഇതൊരു സാഹസികമായൊരു പ്രവൃത്തി തന്നെയായല്ലേ. ആർക്കാണ് ഇവിടെ നഷ്ടം സംഭവിച്ചത്? 22 വർഷക്കാലം കയ്യോ വളരുന്നു കാലോ വളരുന്നു എന്ന് കരുതി വളർത്തി വലുതാക്കിയ ആ അമ്മയുടെ ഹൃദയം തേങ്ങുന്നത് കണ്ടില്ല എന്ന് വെക്കാൻ നമ്മൾ എത്ര കേരളക്കാർക്ക് സാധിക്കും? നാളെ നീ എന്ന് പറഞ്ഞ പോലെ ഇന്ന് അവരുടെ വീട്ടിലാണെങ്കിൽ നാളെ അത് സംഭവിക്കാൻ പോകുന്നത് നമ്മുടെ വീട്ടിലാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഇളം തലമുറയോടാണ്. യൗവനത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന, യൗവനത്തിലേക്ക് കടക്കുമ്പോഴേക്കും ഞാൻ ആരാണ് എന്ന് ഭാവത്തിൽ മുന്നോട്ട് പോകുന്ന ഒരുപാട് പിള്ളേരുണ്ട്. അവരോടാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നിങ്ങളുടെ ഈ യൗവനവും പ്രായവും നിങ്ങൾ ആർക്ക് വേണ്ടി കളയുന്നു? നിങ്ങൾ എന്തിനു വേണ്ടി ചിലവഴിക്കുന്നു? നിങ്ങളെ വളർത്തി വലുതാക്കിയ, നിങ്ങളെക്കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങൾ കണ്ട നിങ്ങളുടെ മാതാപിതാക്കളെയോ നിങ്ങളുടെ സഹോദരങ്ങളെയോ കണ്ടില്ല എന്ന് നടിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ സാധിക്കുന്നു? നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് വളയം വേണ്ട എന്നൊന്നും ഞാൻ പറഞ്ഞതിനർത്ഥമില്ല. ഞാൻ പറയുന്നത് എല്ലാം വേണം, എല്ലാം ഒരു പരിധിയുടെ ഉള്ളിലാണെങ്കിൽ നമുക്കതിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. നിയന്ത്രണാതീതമായി പോകുന്നതിന് മുൻപ് തന്നെ നമ്മുടെ കൂട്ടുകെട്ടായാലും നമ്മുടെ ഏത് രീതിയിലുള്ള വിഷവിധാനങ്ങളാണെങ്കിലും എന്തൊക്കെയാണെങ്കിലും ഒരു പരിധിയിൽ നിൽക്കുകയാണെങ്കിൽ നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോഴാണ് നമുക്ക് ശത്രുക്കൾ ഉണ്ടാകുന്നതും നമുക്കതിനെ നിയന്ത്രിക്കാൻ കഴിയാതെ വരുന്നതും. എന്തായാലും ഈ അഭിരാമിൻ്റെ ഈ ആത്മഹത്യ ഒരു പ്രതിവിധി ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ. അവർ തന്നെ ആ വീഡിയോയിൽ കറക്റ്റായിട്ട് പറയുന്നുണ്ട്.
നമുക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല, നമുക്ക് ആരുമില്ല എന്നൊരു ഫീലിംഗ് ആണ് അവർക്ക് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇനി ആർക്കും ഇത്തരത്തിലുള്ള ഗതികേടുകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വിധികൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അവസ്ഥകൾ സംഭവിക്കാതിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. എന്തായാലും ആ അമ്മയുടെ ദുഃഖം കണ്ടില്ല എന്ന് വയ്ക്കരുത്. അവരുടെ ആ തീരാ ദുഃഖത്തിന് ഒരു ശമനം എന്ന പോലെ, വേനലിൽ ഒരു മഴ പോലെ എന്തെങ്കിലും അതിനൊരു പ്രതിവിധി കണ്ടെത്തുക തന്നെ വേണം. എന്തൊക്കെയാണെങ്കിലും നമ്മുടെ വരും തലമുറകൾക്ക് അല്ലെങ്കിൽ നമ്മുടെ ഈ യുവതലമുറകളെ ഇല്ലായ്മ ചെയ്യുന്ന ഈ അവസ്ഥയിൽ നിന്ന് മാറ്റങ്ങൾ വരുത്തി നമ്മൾ കാണുന്നുണ്ടല്ലേ, എന്ത് പ്രശ്നങ്ങൾ വന്നാലും നമ്മുടെ ഈ ഒരു കുറച്ച് നാളുകളായിട്ട് നമ്മൾ കേൾക്കുന്നതും കാണുന്നതും എല്ലാം ഇത് തന്നെയാണ്. നമ്മുടെ യുവതലമുറകൾ അല്ലെങ്കിൽ നമ്മുടെ യുവാക്കളുടെ ഇടയിലാണ് കൂടുതൽ മരണങ്ങൾ സംഭവിക്കുന്നത്. എന്തിനു വേണ്ടി എന്ന ചോദ്യത്തിന് ഉത്തരമില്ല. അവരിങ്ങനെ പൊഴിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ആറ്റിലെ ഇലകൾ കൊഴിയുന്ന ലാഘവത്തോടു കൂടിയാണ് നമ്മുടെ യുവാക്കളുടെ മരണം സംഭവിക്കുന്നത്. നാടിനെ പിടിച്ചു നിർത്തേണ്ടത് നമ്മുടെ യുവാക്കളാണ്. നമ്മുടെ യുവക്കൾക്ക് നഷ്ടങ്ങൾ സംഭവിച്ചത് നമ്മുടെ നാടിൻ്റെ നഷ്ടമാണ്. അപ്പോൾ മാക്സിമം അവരുടെ കാര്യങ്ങളിൽ ഇറങ്ങി പ്രവർത്തിക്കാനും അവരുടെ ജീവനും അവരുടെ സ്വത്തിനും അവരുടെ ആ ഒരു കാഴ്ചപ്പാടിനുമൊക്കെ സംരക്ഷണം വേണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ ആ ഒരു യുവതലമുറയിലെ കുട്ടികൾ ഒരിക്കലും അന്യാധീനപ്പെട്ടു പോകാതിരിക്കുക, എന്താ പറയുക, മ്ലേച്ഛമായ ബന്ധങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മദ്യത്തിൽ ഒഴുകി പോവുകയാണ് ചെയ്യുന്നത്. ഇന്ന് മദ്യമില്ലാതെ ജീവിക്കാൻ പറ്റുക, കൊച്ചു കുട്ടികളിൽ വരെ മദ്യം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്, മദ്യത്തിൽ ഒഴുകുകയാണ് അവർ. കാരണം ഇന്ന് എവിടെ നോക്കിയാലും മദ്യം അത് കഴിക്കാം, അതൊന്നും വലിയ പ്രശ്നമല്ല എന്ന് തോന്നുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ നാട് കൂപ്പികുത്തി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനൊരു നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടിയിരിക്കുന്നു. ഒരു നിയന്ത്രണം എല്ലാത്തിനും നല്ലതാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ മദ്യത്തിനും മയക്കുമരുന്നിനും. എന്തൊക്കെയാണെങ്കിലും ഇത്തരം പ്രവർത്തികൾ, ഇത്തരം നീചമായ പ്രവർത്തികൾ ഇനിയും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ നിങ്ങളുടെ സ്വന്തം അവിനാശം.